പശ്ചിമേഷ്യയെ ഒന്നടങ്കം ചുട്ടരിക്കാൻ പോകുന്ന ഒരു മഹാദുരന്തത്തിലേക്ക് ലോകത്തെ തള്ളിവിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇത്ര ധൃതി എന്തിനായിരുന്നു? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചമന്ന് ലോകത്തിന്റെ രക്ഷകരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് പടക്കപ്പലുമായി ഇറങ്ങിത്തിരിച്ച ഇവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇറാന്റെ ആയുധശേഖരവും ആണവ നിലയങ്ങളും ലോകത്തിന് ഭീഷണിയാണെന്നും അവിടെ ജനാധിപത്യം കൊണ്ടുവരാനാണ് തങ്ങൾ ബോംബുകൾ വർഷിക്കുന്നതെന്നും വാദോരാതെ പ്രസംഗിച്ചവരുടെ തനിനിറം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ രാജ്യം മുഴുവൻ തകർക്കും. അവിടുത്തെ എണ്ണക്കിറങ്ങുകൾ അമേരിക്ക പിടിച്ചെടുക്കുകയും ചെയ്യും. ട്രംപിന്റെ ഈ പുതിയ ഭീഷണി വെറുമൊരു യുദ്ധപ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര എണ്ണക്കള്ളന്റെ പരസ്യമായ കുറ്റസമ്മതം കൂടിയാണ്. ഫോക്സ് ന്യൂസിന്റെ വിദേശകാര്യ പ്രതിനിധി ട്രെയിങ്സിനോട് ഫോണിലൂടെ ട്രംപ് തന്റെ കടുത്ത നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ തോറ്റമ്പി മുട്ടിലെഴിയുന്ന ഒരു ഭരണാധികാരിയുടെ വെപ്രാളമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉടനൊരു കരാറിലെത്തിയില്ല എങ്കിൽ എല്ലാം ബോംബിട്ട് തീർക്കുമെന്നും ഇറാനിലെ കറുത്ത പൊന്ന് അമേരിക്ക കൈക്കലാക്കുമെന്നും ട്രംപ് പറയുമ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്നവർ ഒന്ന് ചിന്തിക്കുക കൂടി വേണം. ഇത് ലോക സമാധാനത്തിനാണോ അതോ കേവലം പുട്ടടിക്കാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വ കൊള്ളയാണോ എന്നത്. ഈസ്റ്റർ ദിനത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട പോസ്റ്റിന് പിന്നാലെയാണ് ട്രംപ് തന്റെ യുദ്ധതന്ത്രം ഘടിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഈ ക്രൂരതയെ വിശേഷിപ്പിച്ചത് പവർ പ്ലാന്റ് ഡേ എന്നും ബിഗ് ഡേ എന്നുമാണ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ തയ്യാറാകാത്ത പക്ഷം ഇറാൻ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നും ജസ് വാച്ച് എന്നാണ് താൻ പറയുന്നത് വെറും വാക്കല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വിചിത്രമെന്ന് പറയട്ടെ, അതീവ ഗൗരവമേറിയ തന്റെ ഈ കുരുതി പ്രഖ്യാപനത്തിൽ താഴെ അള്ളാഹുവിന് സ്തുതി എന്ന് ട്രംപ് കുറിച്ചത് ഇറാനിലെ ജനങ്ങളെ സ്വാധീനിക്കാനാണോ അതോ അവരെ പരിഹസിക്കാനാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുകയാണ്. ഫെബ്രുവരി 28 മുതൽ അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയാണ് ട്രംപ് ഇറാന് സമയം അനുവദിച്ചിരിക്കുന്നത്. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ അഭിമാനമായ B1 പാലം തകർത്തതിന് പിന്നാലെയാണ് സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നത്. 8 പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണം ടെഹ്റാനെ ശിലായുധത്തിലേക്ക് കൊണ്ടുപോകുന്ന ട്രംപിന്റെ ഭീഷണിയുടെ തൂർച്ച കൂടിയായിരുന്നു. നാടിന്റെ നന്മയ്ക്കോ അതോ സമാധാനത്തിനോ വേണ്ടിയല്ല തങ്ങൾ ഇറാനിൽ ചോരപ്പുഴ ഒഴുക്കുന്നെന്ന് ട്രംപ് തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഇറാന്റെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് തങ്ങളുടെ പരമമായ ലക്ഷ്യമെന്നും അതിനായി ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഫിനാൻഷ്യൽ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഭീകരവാദ കഥകൾ വിഴുങ്ങി ട്രംപിന് കൈയടിക്കുന്നവർ ഒന്ന് കാണുക. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ കുടില തന്ത്രത്തിന് പിന്നിൽ കേവലം വ്യാവസായിക താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. വെനസ്വേലയിലെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ പറഞ്ഞത് അവിടുത്തെ മയക്കുമരുന്ന് മാഫിയെ തകർക്കാനെന്നായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് വെനസ്വേലയുടെ എണ്ണ മുഴുവൻ കൈവശപ്പെടുത്തി അത് കച്ചവടം ചെയ്യുന്ന ട്രംപിനെയാണ്. പശ്ചിമേഷ്യയിലും ഇതേ തന്ത്രം തന്നെയാണ് അമേരിക്ക പയറ്റുകയും ചെയ്തത്. ഇവിടുത്തെ രാജ്യങ്ങളെയും ഭരണാധികാരികളെയും തമ്മിലേൽപ്പിച്ച് സമാധാന ദൂതനായി വന്ന് സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് അവരുടെ കാലങ്ങളായുള്ള ശൈലി. പണ്ട് ഇറാഖിനെ ഉപയോഗിച്ച് ഇറാനിലേക്ക് 8 വർഷക്കാലം യുദ്ധം സ്പോൺസർ ചെയ്തതും കുവൈറ്റ് യുദ്ധത്തിന് പിന്നിൽ കളിച്ചതും അഫ്ഗാന്റെ ചുട്ടരിച്ചതുമൊക്കെ ഇതേ രക്ഷക വേഷധാരികൾ തന്നെയാണ്. ഇതിനിടെ നടന്ന ഒരു സൈനിക നീക്കത്തെക്കുറിച്ച് ട്രംപ് വലിയ അഭിമാനത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കയുടെ F-15 വിമാനത്തിലെ ഉദ്യോഗസ്ഥനെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് സാഹസികമായി മോചിപ്പിച്ചു എന്നുള്ളത്. 2 ദിവസം ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പർവ്വതനിരകളിൽ ഒളിവിൽ കഴിഞ്ഞ കേണലിനെയാണ് ഡ്രോണുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും സഹായത്തോടെ രക്ഷപ്പെടുത്തിയത്. ദൗത്യത്തിനിടെ തകരാറിലായ 2 US വിമാനങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാൻ സൈന്യം തന്നെ സ്ഫോടനത്തിലൂടെ തകർക്കുകയായിരുന്നുവെന്നും ഈ രക്ഷാദൗത്യം ട്രംപിന് വലിയ രാഷ്ട്രീയ കരുത്താണ് നൽകിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. വൈമാനികനെ രക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ട് പ്രതിരോധത്തിലായിരുന്നേനെ. എന്നാൽ ഇപ്പോൾ ആക്രമണത്തിന്റെ ചുക്കാൻ തൻ്റെ കൈകളിലാണെന്ന് ട്രംപ് ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ വിമാനത്തിലെ വൈമാനികന്റെ ജീവൻ തങ്ങൾക്ക് അമൂല്യമാണെന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒട്ടേറെ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചെന്നും ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. പരിക്കേറ്റ വൈമാനികൻ സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇറാന് 48 മണിക്കൂർ കൂടി സമയം അനുവദിച്ചിരിക്കുകയാണെന്നും ഒന്നുകിൽ അമേരിക്കയുമായി കരാറിലെത്തുക അല്ലെങ്കിൽ ഹോർമുസ് കടലിലേക്ക് തുറക്കുക എന്നത് മാത്രമാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഇതിന് തയ്യാറായില്ല എങ്കിൽ ഇറാനിൽ നരകം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് അതേ നാണയത്തിൽ തന്നെ ഇറാന് മറുപടി നൽകിയിട്ടുമുണ്ട്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ ഒരു വലിയ സർപ്രൈസ് നൽകാൻ ഞങ്ങൾ സജ്ജമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് 48 മണിക്കൂർ സമയമൊന്നും വേണ്ടെന്നും വരും മണിക്കൂറുകളിൽ തന്നെ അതിൻ്റെ ഫലം അമേരിക്ക അനുഭവിക്കുമെന്നും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലുടനീളമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് മേൽ നരകം സൃഷ്ടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. വൈമാനികനെ രക്ഷപ്പെടുത്തിയെന്ന് ട്രംപ് കൊട്ടിഘോഷിക്കുമ്പോഴും
എങ്കിലും ഈ ദൗത്യത്തിനിടയിൽ അമേരിക്കയ്ക്കുണ്ടായ ഭീമമായ നഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുക കൂടിയാണ്. വൈമാനികനെ രക്ഷിക്കാൻ വന്ന ഹെലികോപ്റ്ററുകൾ പലതും ഇറാൻ വെടിവെച്ചിട്ടതായും ശക്തമായ പ്രത്യാക്രമണങ്ങൾ തന്നെ നടന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുമുണ്ട്. സൈനികരെ എത്തിക്കാൻ ശ്രമിച്ച 2 വിമാനങ്ങളിൽ ഒന്ന് ഇറാൻ തകർത്തെറിഞ്ഞു, മറ്റൊന്ന് അമേരിക്കയ്ക്ക് തന്നെ സ്ഫോടനത്തിലൂടെ നശിപ്പിക്കേണ്ടി വന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക എങ്ങനെയാണോ കെട്ടുകെട്ടി ഓടിയത് അത്തരമൊരു സാഹചര്യം ഇറാനിലും ആവർത്തിക്കുകയാണെന്നാണ് നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ഇറാന്റെ പുതിയ എയർ ഡിഫൻസ് സംവിധാനമാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ഇസ്രായേലിന്റെ 5ഓളം എയർക്രാഫ്റ്റുകൾ ഇറാൻ വെടിവെച്ചിട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ രക്ഷാദൗത്യത്തിന് നേരെയും ഇറാന്റെ ഈ പുതിയ പ്രതിരോധ സംവിധാനം ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൈമാനികനെ രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയും ചെയ്തത്. അമേരിക്ക വിജയിച്ചെന്ന് അവകാശപ്പെടുമ്പോഴേക്കും ഓൺ ദ സ്പോട്ടിൽ അത് പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഇറാന്റെ IRGC വക്താവ് ഇബ്രാഹിം സോസുകാരി ട്രംപിന് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. എന്ത് പിടിച്ചെടുക്കാൻ വേണ്ടി സൈന്യത്തെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാലും എല്ലാത്തിനെയും പേർഷ്യൻ്റെ ഉൾക്കടലിൽ സ്രാവിന് തിന്നാൻ കൊടുക്കുമെന്ന്. 10 ലക്ഷത്തോളം സൈനികർ ഇറാന് വേണ്ടി സജ്ജരായി നിൽക്കുകയാണ്. വെറുമൊരു കള്ളനായി ട്രംപ് അതപ്പത്തിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ചില അനുകൂലികൾ പ്രചരിപ്പിക്കുന്ന പോലെ ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാനോ അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാനോ ഒന്നുമല്ല ഈ യുദ്ധമെന്നും കേവലം എണ്ണക്കൊള്ള കൊണ്ട് മാത്രമാണ് ലക്ഷ്യമെന്നും ട്രംപിന്റെ വാക്കുകൾ തെളിയിക്കുന്നത് കൂടിയാണ്. ഈ യുദ്ധം ഇറാന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടികൾ നൽകുന്നുമുണ്ട്. തങ്ങൾ ജയിക്കാൻ പോവുകയാണെന്ന് നെതന്യാഹു അവകാശപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേലിലെ 3 നഗരങ്ങൾ കത്തിയെരിഞ്ഞത്. അമേരിക്കയുടെ 3ഓളം സൈനിക കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. സൈനിക താവളങ്ങളിലെ വിമാനങ്ങളുടെ കൂട്ടം തന്നെ തകർന്നു കിടക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. പഴയ ആയുധങ്ങളാണ് ഇതുവരെ ഉപയോഗിച്ചതെന്നും അത്യാധുനികമായ ആയുധങ്ങളിലേക്ക് തങ്ങൾ കടക്കുന്നേ ഉള്ളൂ എന്നും ഇറാൻ വ്യക്തമാക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും വലിയ നാശനഷ്ടങ്ങൾ ഇനിയും നേരിടേണ്ടി വരികയും ചെയ്യും. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു വരുന്നതും ഏഷ്യയിലെ ഓഹരി വിപണികൾ കൂപ്പുകുത്തുന്നതും വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെയും പട്ടിണിയുടെയും സൂചനകൾ കൂടിയാണ് നൽകുന്നത്. അമേരിക്കയും ഇസ്രായേലും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തുടങ്ങിവെച്ച ഈ യുദ്ധം ലോകത്തിൻ്റെ മുഴുവൻ നടുവടിക്കാൻ പോകുക കൂടിയാണ്. പട്ടിണിയും വിലക്കയറ്റവും ക്ഷാമവും ലോകത്തെ വിഴുങ്ങാൻ പോകുന്ന ഭീതിജനകമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുകയും ചെയ്യും. തങ്ങളുടെ രാജ്യം രക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നും വ്യക്തമാക്കിയതോടെ ലോകം വലിയൊരു വിപത്തിൻ്റെ വക്കിലാണെന്ന് ഉറപ്പുകൂടിയായിരിക്കുകയാണ്. വരും മണിക്കൂറുകൾ ഈ ഭൂമുഖത്തിൻ്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുകയും ചെയ്യും. വലിയ നഷ്ടങ്ങളുടെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് അമേരിക്കൻ ജനതയുടെ ലോകത്തിനും താങ്ങാവുന്നതിലുമൊക്കെ അപ്പുറം കൂടിയായിരിക്കും.